നമ്മളിന്ന് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കായിട്ടുള്ള തൃശ്ശൂർ പുത്തൂർ ഓപ്പൺ ചെയ്തിട്ടുള്ള സുവോളജിക്കൽ പാർക്കിലേക്കാണ് പോകുന്നത്. ഇന്നാണ് പൊതുജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുത്തത്. അപ്പോൾ നാഷണൽ ഹൈവേ കുട്ടനെല്ലൂർ ഭാഗത്ത് നിന്ന് 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. സുവോളജിക്കൽ പാർക്കിന്റെ മുന്നിൽ തന്നെ വിശാലമായിട്ടൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. 100 രൂപയാണ് പാർക്കിംഗ് ഫീസ് ചാർജ് ചെയ്യുന്നത്. പിന്നെ സുവോളജിക്കൽ പാർക്കിൽ കയറാനായിട്ട് മുതിർന്നവർക്കും 100 രൂപയാണ് എൻട്രൻസ് ഫീസ്. സീനിയർ സിറ്റിസൺസിന് 50 രൂപയും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന 2 ഇലക്ട്രിക് KSRTC ബസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാർജ് ഇവിടെ തന്നെ കൊടുക്കണം. പിന്നെ നമുക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് മേടിക്കാം, അല്ലെങ്കിൽ അവിടെ ഓട്ടോമാറ്റഡ് സംവിധാനമുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു കഫറ്റേരിയയും ഒരു ടോയ്ലറ്റ് ബ്ലോക്കും നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ 3 സ്റ്റോപ്പാണ് KSRTC ബസ് നിർത്തുള്ളൂ. അവിടെയും ടോയ്ലറ്റ് ബ്ലോക്കും കഫറ്റേരിയയും കാണാൻ പറ്റും. ആ സ്റ്റോപ്പുകളിലൊക്കെ ഇറങ്ങി പിന്നെ അവിടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചാ സ്റ്റോപ്പിൽ വന്ന് അടുത്ത ബസ്സിൽ വെയിറ്റ് ചെയ്തിട്ട് വേണം പിന്നെ അതിൽ കയറി വേണം പോകാനായിട്ട്. അങ്ങനെയാണ് സംവിധാനം. ആദ്യം തന്നെ ബസ്സിൽ കയറാതെ അവിടെ നടന്ന് അവിടുത്തെ പക്ഷികളുടെ കാഴ്ചകളും ക്രോക്കഡൈലിന്റെ കാഴ്ചകളും മാനുകളുടെ കാഴ്ചകളും കണ്ടതിന് ശേഷം അടുത്ത സ്റ്റോപ്പിൽ നടന്നു പോയിട്ട് ബസ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കാഴ്ച മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാഴ്ചകളെല്ലാം മെയിൻ ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറിയോ അല്ലെങ്കിൽ സ്ലോപ്പ് പോലെ ഇട്ടിരിക്കുന്നത് കയറിയാളാണ് കാണാൻ പറ്റുകയുള്ളൂ. അത് പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു സൈലന്റ് വാലി ഒരു സോണാണ്. അവിടെ ഒരു കഫറ്റേരിയയും ടോയ്ലറ്റ് ബ്ലോക്കും ഉണ്ട്. പക്ഷേ ഈ സൈലന്റ് വാലി സോണിൽ ഇപ്പം മൃഗങ്ങളൊന്നുമില്ല. അതിൽ കയറി നമുക്ക് ഫോട്ടോസ് എടുക്കാം. വളരെ മനോഹരമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ നടന്ന് കയറ്റം കയറിയിട്ട് ടൈഗറിന് ഇട്ടിരിക്കുന്ന ഏരിയയിലേക്ക് പോകാം. ടൈഗറും ഒരു ലെപ്പേഡും മാത്രമേ ഇപ്പം അവിടെ ഉള്ളൂ. വേറെ സിംഹവും മറ്റു മൃഗങ്ങളും ഒന്നും വന്നിട്ടില്ല. ഒരു 4 മാസമെങ്കിലും എടുക്കും എല്ലാ മൃഗങ്ങളും ഇവിടെ എത്തിച്ചേരാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും 1-2 ബസ് സർവീസ് കൂടുതൽ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ബഗ്ഗി സർവീസും കൂടി ഉണ്ടായാലേ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇതിലെ വളരെ കൺവീനിയന്റ് ആയിട്ട് ഇതൊക്കെ കണ്ടു പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലെപ്പേഡിനെ ആണെങ്കിലും നമുക്ക് ടൈഗറിനെയൊക്കെ ആണെങ്കിലും അടുത്ത് കാണാനായിട്ട് എല്ലാ മൃഗങ്ങളെയും അടുത്ത് കാണാനായിട്ട് ഒരു ചില്ലിന്റെ ഒരു സംവിധാനം ഉണ്ട്. അതിന്റെ അകത്തു നിന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ പുറത്തിറങ്ങി നേരിട്ടും കാണാൻ പറ്റുന്നതാണ്. ഈ ടൈഗറിന്റെ ഏരിയയുടെ തൊട്ട് താഴെ ഓപ്പോസിറ്റ് താഴത്താണ് കാട്ടുപോത്തിനെ അവർ ഇട്ടിരിക്കുന്നത്. അത് ദൂരെ നിന്ന് കാണാം, അല്ലെങ്കിൽ അടുത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ബസ്സിന്റെ അടുത്ത സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തും. ആ സ്റ്റോപ്പിലും കഫറ്റേരിയയും ടോയ്ലറ്റ് ബ്ലോക്കും ഉണ്ട്. ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് കയറി വരാം. ആ സ്റ്റോപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയാലാണ് നമുക്ക് അടുത്തൊരു സോൺ ഉണ്ട്. ആ സോണിൽ ഒട്ടകപക്ഷികളാണ് ഇട്ടിരിക്കുന്നത്. വേറെ മൃഗങ്ങളൊന്നും ഇപ്പം ഇല്ല. ഹിപ്പോപ്പൊട്ടാമസിനേക്ക് ഇവിടെയാണ് ഇടാൻ പോകുന്നത്. പക്ഷെ ഇതുവരെ സംഭവം ഹിപ്പോപ്പൊട്ടാമസിനെ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് ലാസ്റ്റ് സോൺ. ഇവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് വേണം സുവോളജിക്കൽ പാർക്കിന്റെ നമ്മൾ എൻട്രൻസിലേക്ക് എത്താനായിട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരള പഴനി എന്നറിയപ്പെടുന്ന ചൊച്ചേരിക്കുന്ന് ക്ഷേത്രം നമുക്കൊന്ന് ദൂരെ കാണാൻ പറ്റുന്നതാണ്. ഇത് നടന്നു വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ എടുക്കും ഫുള്ള് ബസ്സിൽ കയറാതെ നടന്നു വന്ന് കാണാനായിട്ട്. ബസ്സിൽ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി വരികയാണെങ്കിൽ അത്ര സമയം എടുക്കില്ല. ഇപ്പോൾ മൃഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർക്ക് വിശദമായിട്ട് കാണണമെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്.